ഹലോ. അപ്പോൾ അങ്ങനെ കുറേ വർഷത്തെ കാത്തിരിപ്പായിരുന്നു. അങ്ങനെ ആ ദിവസം എത്തിയിരിക്കുകയാണ്. നാളെയാണ്. അപ്പോൾ കുറേ വർഷമായിട്ട് ഞാൻ കാത്തിരുന്ന എൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ് കേട്ടോ നാളെ. അപ്പോൾ തലേ ദിവസം ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡി ആവുകയാണ്. അപ്പോൾ ഞാൻ ഈ ബ്ലാക്ക് സാരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ചെറിയൊരു ഫങ്ഷൻ പോലെ തലേ ദിവസത്തെ ഹൽദി അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊരു വെറുതെ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇങ്ങനെ വന്ന് പോവും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം കേട്ടോ. ഞാൻ ഈ ഒരു ബ്ലാക്ക് സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, കുറേ സീക്വൻസ് ഒക്കെ ആയിട്ട്. അപ്പോൾ എടുത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടൊരു ഗെറ്റ് റെഡി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ തപ്പിയപ്പോൾ ഒരു ബ്ലാക്ക് കളർ കമ്മൽ തന്നെ കിട്ടിയിട്ടോ. അപ്പം അതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു കമ്മലാണ്. അപ്പം ആ ബ്ലാക്ക് കമ്മലിട്ടു. പിന്നെ മുടിയൊക്കെ എന്നും കട്ടണ പോലെ കുറച്ചിങ്ങനെ മോളിക്ക് എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ കെട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ എപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ ഇത് തന്നെയാണ്. അപ്പോൾ ഒരുവിധം റെഡി ഉണ്ട്. അപ്പോൾ ഞാൻ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സോയ ഇട്ടതാണ്. അപ്പോൾ മീഷോന്ന് ഒരു സ്റ്റെൻസിൽ ഉണ്ടല്ലോ, അതൊക്കെ മേടിച്ചിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഫംഗ്ഷനൊക്കെ പോവല്ലേ, കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യണ്ടേ. അപ്പം ഞാൻ എപ്പോഴും ഒരു മോയ്സ്ചറൈസറും പിന്നെ ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇടാറ്. അതാകുമ്പോഴാണ് അത്ര ഓവറായിട്ട് തോന്നില്ല. എന്നാൽ ഇട്ടു അങ്ങനെ ഒരു ഇതിലാവുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതെല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ലിപ് ലൈനർ വെച്ചിട്ട് ഒന്ന് ലിപ്സ്റ്റിക്കും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വളയും ഒരു പൊട്ടും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ മേക്കപ്പ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഐലൈനറും കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ബ്ലാക്ക് സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ സീക്വൻസ് ഒക്കെ ആയിട്ടുള്ള. പിന്നെ രാത്രിയും കൂടി ആകുമ്പോൾ നല്ലൊരു ഷൈനിങ് കൂടി ആവില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ബ്ലാക്ക് സാരി എടുത്തതാണ്. ഇനി നമുക്ക് പോയിട്ട് വരാം. ബായ്. അവിടെ ചെന്നപ്പോൾ സ്നാക്സും കുറേ ജ്യൂസ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ട് ഞങ്ങൾ തന്നെ കുടിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഒന്നും കൂടി ഡീസൻ്റ് ആയിട്ട് ഇരുന്ന് കഴിക്കുകയാണ് ഭക്ഷണമൊക്കെ. ഉണ്ണി ഭയങ്കര കളിയാണ് കേട്ടോ പുറത്ത്. അങ്ങനെ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പോയി. അങ്ങനെ ഉണ്ണി കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അതിനുശേഷം രാത്രി ഇതാ ചെക്കൻ വന്നു. ഇതാണ് അപ്പോൾ പൂവും മാലയും അതൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങളതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ലോട്ടസിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു മാലയൊക്കെ ആയിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിളൊക്കെ വെച്ചു. അപ്പോൾ ഉണ്ണി ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരെയും കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി വന്നു. അപ്പോൾ ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടി കുറേ നേരം അടിച്ച് പൊളിച്ചിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര മഴയായിരുന്നു രാത്രി. ഇത്രയും നേരം ഒരു മഴയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ പോകാൻ നിന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ സാരിയൊക്കെ ഉടുക്കാൻ വിചാരിച്ചു. പിന്നെ തലേ ദിവസത്തിൻ്റെ മഴ കാരണം സാരി ഒന്നും ഉടുക്കാൻ തോന്നിയില്ല. അപ്പോൾ ഉള്ളൊരു ചുരിദാർ എടുത്തിട്ടിട്ട് വേഗം പോയിട്ട് രാവിലെ. അപ്പം ഞങ്ങൾ ചോറ്റാനിക്കര എത്തണം, എറണാകുളം. അപ്പോൾ ഞങ്ങൾ ട്രാവലറിൽ പോവുകയാണ് കേട്ടോ. ഉണ്ണി ഇതാ പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. ട്രാവലറിൻ്റെ ഒരു യാത്ര ഞങ്ങൾ എല്ലാവരും അടിച്ച് പൊളിച്ചു കേട്ടോ. കുറേ ഡാൻസും അങ്ങനെയൊക്കെ ആയി. തിരിച്ചു വരുന്ന ടൈമിൽ പോകുമ്പോൾ ഉണ്ണി മാത്രമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വരുമ്പോൾ പിന്നെ കളിച്ച് കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ പാവം കുട്ടി സീറ്റിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. കുറേ ട്രാവൽ ചെയ്ത് മുടിയൊക്കെ കേട് വന്ന് മേക്കപ്പൊക്കെ അങ്ങനെ പോയി തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. ഇതാ ചെക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി പെൺകുട്ടീനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഞങ്ങൾ എന്നും കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ മാലയൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ചിക്കു എന്നാണ് പേര്. അപ്പോൾ ചേട്ടനും ആളും വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. ഇനി അടുത്തതായിരുന്നു ഞങ്ങളെ ടോക്കൺ. അങ്ങനെ എല്ലാവരും കയറി. അപ്പോൾ ചിക്കുവിൻ്റെ അമ്മ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലല്ല ഉണ്ടായിരുന്നുള്ളത്. അമ്മ എന്നെ കണ്ടത് ഓടി വന്ന് അയ്യോ ഇത് ഡൂഡു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറയാറുണ്ടല്ലോ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് എൻ്റെ വീഡിയോസൊക്കെ കൂടുതലായിട്ടും കാണാറുള്ളത്. അങ്ങനെ കുറേ വർഷത്തെ കാത്തിരിപ്പായിരുന്നു എൻ്റെ ചേട്ടൻ്റെ കല്യാണം. അങ്ങനെ അത് ഇന്ന് നടന്നു കേട്ടോ. എല്ലാം ഭംഗിയായിട്ട് നടന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഉണ്ണിക്ക് ഇതാ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇല തന്നെ ഉണ്ട്. അവനിപ്പോൾ സ്വന്തം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടോ, സ്വയമായിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു സദ്യയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാ ഉപ്പേരികളും
അതെല്ലാം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഒരു വേറൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതാ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. അപ്പം ഞങ്ങളിങ്ങനെ തിരിച്ച് അമ്പലത്തിൽ കൂടെ തിരിച്ച് വന്നു കേട്ടോ. ഉള്ളിലൊന്നും കയറാൻ പറ്റിയില്ല. അമ്പലത്തിൻ്റെ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടായിരുന്നല്ലോ കല്യാണം. എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് അവനൊക്കെ യാത്ര അയക്കാൻ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കുവിൻ്റെ അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ തന്നെയാണല്ലോ പെൺകുട്ടികളുടെ അമ്മമാർക്കല്ലേ കൂടുതൽ സങ്കടം ഉണ്ടാവുക. അങ്ങനെ അമ്മേനെ ആശ്വസിപ്പിക്കാൻ ഞാൻ പോയിട്ട് ഞാനും കരച്ചിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് നടന്നു. ചിക്കു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. വിഷിംഗ് ബോത്ത് എ ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇനി അടുത്തത് റിസപ്ഷൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. സ്റ്റേ ട്യൂൺ.